നിന്ന് മദീനയിലേക്ക് പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോവുകയാണ്. ആ ഹിജ്റയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക്, ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിത്തം. മക്കയിലെ ജീവിതം പൊറുതിമുട്ടിയപ്പോൾ, ഞാൻ വളരെ ചുരുക്കിയിട്ട് പറയാണ്, മക്കയിലെ ജീവിതം വളരെ വിഷമിച്ച് പാടുപെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യമാക്കപ്പെട്ട ജീവൻ കവർന്നെടുക്കാനുള്ള ഗൂഢാലോചന പോലും ശത്രുക്കൾ നടത്തിയപ്പോൾ അള്ളാഹു അനുമതി നൽകിയ റസൂലേ, നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുക, ഹിജ്റ പോവുക. വീട് വളഞ്ഞിരിക്കുകയാണ് ഖുറൈശികൾ. വീട് വളഞ്ഞ ഖുറൈശികൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയിൽ മുഴുകിയിരിക്കുകയാണ്. എല്ലാവരുടെയും കയ്യിൽ വാളുണ്ട്. എല്ലാ ഖുറൈശി ഗോത്രക്കാരോടും അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അതിനു മുമ്പ് അവരെല്ലാവരും കൂടി മീറ്റിംഗ് ചേർന്നിരുന്നു ഗൂഢാലോചനയ്ക്ക് അന്തിമ രൂപം നൽകാൻ. മീറ്റിംഗ് ചേർന്നപ്പോൾ ഖുറൈശി പ്രമുഖന്മാര് പറഞ്ഞു, സകല ഗോത്രങ്ങളിലെയും പ്രതിനിധികൾ ഈ കൂട്ടത്തിലുണ്ടാവണം. മുഹമ്മദിനെ വധിക്കാനുള്ള സംഘത്തില്, വീട് വളഞ്ഞ് വധിക്കാനുള്ള സംഘത്തില് എല്ലാവരും ഉണ്ടാകണം. എന്തിനെന്നറിയുമോ? നാളെ നഊദു ബില്ലാഹ് മുഹമ്മദ് വധിക്കപ്പെട്ടാൽ അതിന്റെ ചോരയുടെ ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരു ഗോത്രത്തിന് മാത്രമാകരുത്. ഏതെങ്കിലും ഒരു ഗോത്രത്തിന് മാത്രമായാൽ മുഹമ്മദിന്റെ ആളുകൾ ആ ഗോത്രത്തിനെതിരെ തിരിയും. എല്ലാ ഗോത്രക്കാരന്റെ വാളുമ്മലും ആ ചോര പറ്റണം. അതുകൊണ്ട് ആ കൊലയുടെ ഉത്തരവാദിത്വം എല്ലാവരും കൂടി ഏറ്റെടുക്കാൻ വേണ്ടി വീട് വളയുന്നവരുടെ കൂട്ടത്തിൽ സകല ഗോത്രക്കാരും ഉണ്ടാകണമെന്ന് ഖുറൈശികൾ ചട്ടം കെട്ടിയിട്ടതാ. ആ വീട് വളഞ്ഞ സന്ദർഭത്തിലതാ അത്ഭുതകരമായ ഒരു സംഭവം അരങ്ങേറുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലി, നിങ്ങൾ എന്റെ വിരിപ്പിൽ ഉറങ്ങണം, നിങ്ങൾ എന്റെ വിരിപ്പിൽ ഉറങ്ങണം, പുതപ്പിട്ടുറങ്ങണം. അലിയേ, അലിയുടെ ധൈര്യം എത്ര വലുതാണ്, അലി എത്ര വലിയ പുലിയാണ്. ലാ ഫതാ ഇല്ലാ അലി വലാ സൈഫ ഇല്ലാ ദുൽഫുഖാർ. അലിയല്ലാത്തൊരു പോരാളിയില്ല. അലിയെക്കുറിച്ച് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയൊരു വിഷമമുണ്ട് എനിക്ക്. അലിയെക്കുറിച്ചൊരു വിഷയം നമ്മൾ നാളേക്ക് നിശ്ചയിച്ചിരുന്നു. സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല, കഴിഞ്ഞാൽ പറയാം, അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ പറയാം. ആ പരാക്രമി, ആ പണ്ഡിതൻ, ആ കവി, ആ ചിന്തകൻ, എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഫാത്തിമാന്റെ പൊന്നോമന ഭർത്താവായ റസൂലുള്ളാഹിന്റെ ജമാതാവായ അലിയാർ തങ്ങൾ, ഹസൻ ഹുസൈനാരുടെ പിതാവായ അലിയാർ തങ്ങൾ, കർബലയുടെ അംഗക്കളരിയിൽ ചോര കൊടുത്ത് ദീനിനെ വളർത്തിയെടുത്ത ഹുസൈന്റെ പിതാവായ അലി ഇബ്നു അബീ താലിബ്, ഇമാമുൽ മശാരിഖ് വൽ മഗാരിബ്, സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ്, അലി റളിയല്ലാഹു തആല അൻഹു വദാ വിരിപ്പിൽ കിടന്നുറങ്ങുകയാണ്. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഇപ്പോ വീട് വിട്ടിറങ്ങണം. എങ്ങനെ ഇറങ്ങണം? ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്, എല്ലാവരും വളഞ്ഞിരിക്കുകയാണ്. കൊല്ലണം, കൊല്ലണം. ചോര മണക്കുന്ന ശത്രുക്കൾ വന്ന് നിൽക്കുകയാണ്, ഒരുങ്ങി നിൽക്കുകയാണ്. ആ സമയത്തും അലിയെ വിരിപ്പിൽ കിടത്തുന്ന നേരത്തും അല്ലാഹുവിന്റെ റസൂൽ അലിയെ വിളിച്ചുകൊണ്ട് ഒരു കിഴി കയ്യിലേൽപ്പിച്ചു കൊടുക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ആ കിഴി കയ്യിൽ വാങ്ങിക്കൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് ഈ കിഴി? ആരുടേതാണ് ഈ കിഴി? ആർക്കാണ് ഈ കിഴി? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത് മക്കയിലെ ആളുകൾ എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അമാനത്താണ്, അവരുടെ സംഖ്യയാണ്, അവരേൽപ്പിച്ച സ്വത്താണ്, അതവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന്. അലിയേ, ഞാൻ നിങ്ങളെ വരവേൽപ്പിക്കുകയാണ്. ഞാൻ എന്റെ നാട് വിടുകയാണ്. ജനിച്ച വീട് എവിടെ, ജനിച്ച നാടേ എവിടെ, ജീവിക്കാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ, ശത്രുക്കളെ ജീവിക്കാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ, ലോകത്തെ നന്നാക്കാൻ വന്ന പ്രവാചകന് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയില്ലെന്ന ഗതി വന്നതിനെ കുറിച്ച് എന്റെ സഹോദരങ്ങളെ ഒരു നിമിഷം ആലോചിക്കുക. ലോകത്തിന്റെ പുണ്യമായ പൂമാന്, ലോകത്തിന്റെ ഉടമസ്ഥനായ നായകന് സ്വന്തം വീട് അന്യമാണ്, സ്വന്തം നാട് അന്യമാണ്. അങ്ങ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പറക്കണം, അങ്ങയുടെ കൂടെ സിദ്ദീഖ് ഒരുങ്ങി വരണം, അങ്ങ് ഹിജ്റ തീർക്കണം, മദീനയിലേക്ക് ഇത് പരക്കണം, അങ്ങനെ ലോകത്ത് മുഴുവൻ പരക്കണം. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. അവനാണ് തന്റെ റസൂലിനെ പറഞ്ഞയച്ചവൻ സത്യമാർഗവുമായി, സത്യമായ ദീനുമായി. ശത്രുക്കൾ വെറുത്താലും ശരി, കുഫാറുകൾ വെറുത്താലും ശരി, ദീനെ നിയോഗിച്ചവനവനാണ്. ആ ദീൻ
എന്നെ നിയോഗിച്ചത് എന്തിനാണ്? മറ്റു ദർശനങ്ങളെ അതിജയിക്കാൻ, മറ്റു സിദ്ധാന്തങ്ങളെ അതിജയിക്കാൻ, അതിനുവേണ്ടി കടന്നു വന്ന ദീനിന്റെ നായകന് സ്വന്തം നാടും വീടും മന്യമായി തീരുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ കിഴിയേൽപ്പിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആർക്കാണ് ഈ അമാനത്ത് തിരിച്ചു കൊടുക്കേണ്ടത്? റസൂല് പേര് പറയാൻ തുടങ്ങി. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. പേര് പറയാൻ തുടങ്ങിയാൽ ആര് തങ്ങൾ ഞെട്ടിപ്പോയി. അബൂജഹലിന്റെ കുടുംബക്കാര്, ഉത്ബത്തിന്റെ കുടുംബക്കാര്, ശൈബത്തിന്റെ കുടുംബക്കാര്, വീട് വളഞ്ഞിട്ട് കൊല്ലാൻ ഒരുങ്ങിയവന്റെ ബന്ധുക്കള്, വീട് വളഞ്ഞിട്ട് വാള് കയ്യിൽ പിടിച്ചിട്ട് മുഹമ്മദ് ഇറങ്ങട്ടെ, ആ കഴുത്തിലേക്കാണ് ഈ വാളെന്ന് പറയുന്ന ബന്ധുക്കള്. അവർക്ക് കാശ് തിരിച്ചു കൊടുക്കണമെത്രേ, അവരോട് നീതി കാണിക്കണമെത്രേ, അവരോട് സത്യം പരിചയപ്പെടുത്തണമെത്രേ, അവരോട് അനീതി പാടില്ലത്രേ, അവരോടും ദയ വേണമെത്രേ, അവരോടും ബാധ്യത വീട്ടണമെത്രേ. അള്ളാഹുവിന്റെ റസൂലിനോട് അലിയാര് തങ്ങൾ ഒരു നിമിഷം ചോദിച്ചു പോയി, ഇത്ര വലിയ മര്യാദ വേണോ റസൂലേ? അങ്ങയെ ബുദ്ധിമുട്ടിച്ചവർ, നമ്മുടെ സഹാബത്തിനെ മർദ്ദിച്ചവർ, അങ്ങയുടെ അനുയായികളെ കഷ്ടപ്പെടുത്തിയവർ, നമ്മുടെ പണം കൊള്ള ചെയ്തവർ, ആ കൊള്ള ചെയ്ത പണമെങ്കിലും ഇതിൽ നിന്നെടുത്തിട്ട് പോരെ, ഇത് തിരിച്ചു കൊടുക്കാനെന്ന് അലിയുടെ ചോദ്യം മുഴുവനാക്കാൻ സമ്മതിച്ചില്ല അഷ്റഫുൽ ഖൽഖ്. അലിയേ മിണ്ടിപ്പോകരുത്, അലിയേ മിണ്ടിപ്പോകരുത്, അലിയേ മിണ്ടിപ്പോകരുത്. നീതിയുടെ കാര്യത്തിൽ ഇഞ്ചു പോലും പിന്നോട്ട് പോകരുത് അലിയേ. അവർ ശത്രുക്കളായിരിക്കാം അലിയേ, പക്ഷേ നീതി വേണം അലിയേ. നീതി നടപ്പാക്കാനാണ് ഞാൻ വന്നത് അലിയേ. എന്നെ പറഞ്ഞയച്ചത് അതിനാണ് അലിയേ. നാട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെടുന്നത് നീതിക്ക് വേണ്ടിയാണ് അലിയേ. മക്ക എനിക്ക് അന്യമായതും നീതിക്ക് വേണ്ടിയാണ് അലിയേ. മദീനത്തേക്ക് പോകേണ്ടി വന്നതും നീതിക്ക് 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 വേണ്ടിയാണ് അലിയേ. അതുകൊണ്ട് അവർക്കത് തിരിച്ചു കൊടുത്തേ ഞാൻ തൃപ്തനാകൂ അലിയേ. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. അവകാശികൾക്ക് ബാധ്യത ഏൽപ്പിച്ചു കൊടുക്കണം, അതിനുവേണ്ടി ഈ സംഖ്യ അവർക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുക്കണമെന്ന് അലി ഹൈദറുൽ കറാർ റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് വീട് വിട്ടിറങ്ങുകയാണ്. വീട് വിട്ടിറങ്ങണം. എങ്ങനെ ഇറങ്ങണം? വീട് വളഞ്ഞവർക്കിടയിലൂടെ എങ്ങനെ ഇറങ്ങണം? വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർക്കിടയിലൂടെ എങ്ങനെ ഇറങ്ങണം? നേരത്തെ പറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾക്ക് ഒരുങ്ങിപ്പോകാം. അവൻ ഒറ്റ നോക്കുന്നുണ്ടല്ലോ അർശിൽ നിന്ന്. അവന്റെ കണ്ണെത്താത്ത ദിക്കില്ലല്ലോ. അവന്റെ റസൂലിനെ കാക്കാൻ അവൻ അറിയില്ലേ? അവന്റെ ഹബീബിനെ പറഞ്ഞയച്ചത് അവൻ അറിയില്ലേ? അവന്റെ ഖുർആൻ ഇറക്കി കൊടുത്തത് അവൻ അറിയില്ലേ? മലക്കിനെ പറഞ്ഞയച്ചത് അവനാണ്. ജിബ്രീലേ പോകുക, എന്റെ ഹബീബിന്റെ അടുക്കലേക്ക് പോകുക, എന്റെ ഹബീബിനെ ഓതി കേൾപ്പിക്കുക ജിബ്രീലേ. അവൻ നോക്കുകയാണ്. അവൻ കോപിച്ചാൽ പിന്നെ ചാമ്പലാണല്ല, അവൻ സ്നേഹിച്ചാൽ പിന്നെ നിധിയാണെല്ലാം. അതുകൊണ്ട് അവന്റെ സ്നേഹമാണ്, അവന്റെ കോപമാണ്. അല്ലാഹു നോക്കുകയാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അവനും അവന്റെ മലക്കുകളും ഈ നബിക്ക് സലാത്ത് ചൊല്ലുന്നുവെന്ന് അവൻ അറിയിച്ചു കൊടുത്ത നബിയാണ്. അവൻ അറിയിച്ചു കൊടുത്ത നബിയാണ്. അവൻ അറിയിച്ചു കൊടുത്ത നബിയാണ്. ബദറിൽ നിന്നുകൊണ്ട് ഈ നബി പ്രാർത്ഥിച്ചതാണ്, റബ്ബേ ഈ സംഘത്തെ തോൽപ്പിക്കരുത് റബ്ബേ, ഈ സംഘത്തെ തോൽപ്പിക്കരുത് റബ്ബേ. ഇക്ബാലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നബിയുടെ ദുആക്ക് ആമീൻ ചൊല്ലിയതെന്ന് വാളുകളാണ്. നബി ദുആ ചെയ്തപ്പോൾ അല്ലാമ ഇക്ബാൽ പറയുകയാണ്, വാളുകൾ ആമീൻ ചൊല്ലി, ആമീൻ ആമീൻ ആമീൻ. തോൽപ്പിക്കരുത് റബ്ബേ, ഞങ്ങളെ ജയിപ്പിക്കണം റബ്ബേ, തൗഹീദ് ഉയരണം റബ്ബേ. ഈ സംഘം തോറ്റാൽ പിന്നെ നിന്റെ ദീന് പറയാൻ ആളുണ്ടാവില്ല റബ്ബേ എന്ന് പറഞ്ഞപ്പോൾ ആമീൻ 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 എന്ന് വാളുകൾ ചൊല്ലിയില്ലയോ എന്ന് ഹസ്രത്ത് ഹക്കീമെ ഉമ്മത്ത് അല്ലാമ ഇക്ബാൽ പറഞ്ഞതോർക്കുക. ആ ഘട്ടത്തിൽ, ബദറിന്റെ ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു മറുപടി നൽകിയത്രേ. അല്ലാഹു മറുപടി അറിയിച്ചു കൊടുത്തത്രേ, നബിയെ ഞാൻ ആയിരങ്ങളായ മലക്കുകളെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ് നിങ്ങളെ സഹായിക്കാൻ. ബദറിൽ അവരുണ്ടാകും, ബദറിൽ അവർ പടവെട്ടും, ബദറിൽ അവർ കാവലായിരിക്കും. പേടിക്കേണ്ട നബിയേ, ഞാനില്ലേ നബിയേ എന്ന് പറഞ്ഞു. ബദറിന്റെ യുദ്ധക്കളത്തിൽ അബൂജഹൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അബൂജഹൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നത് കണ്ടിട്ടൊരു സഹാബി പറയുകയാണത്രേ, ഇത് സാധാരണ വെട്ടല്ലല്ലോ, കരിവാളിച്ച വെട്ടാണല്ലോ, ഒരു മനുഷ്യന്റെ വാളുകൊണ്ട് കൊല ചെയ്യപ്പെട്ട കോലമല്ലല്ലോ എന്ന് ആ സഹാബി അത്ഭുതപ്പെട്ട് പറഞ്ഞതിനെ കുറിച്ച് പറയപ്പെടുകയാണ്. മലക്കുകളിൽപ്പെട്ട പ്രമുഖനായ മീകാഈൽ അലൈഹിസ്സലാം,
മീകായിൽ, ഇടിമിന്നലിന്റെ മീകായിൽ, ഇടിമിന്നലിന്റെ മീകായിൽ, മേഘഗർജനത്തിന്റെ മീകായിൽ, ആകാശഗോളങ്ങളിലൂടെ ശബ്ദം മുഴക്കുന്ന മീകായിലിനെ ഇടിമിന്നലിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട മീകായിൽ, ആ മീകായിലിന്റെ വെട്ടിലാണത്രേ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി കൊല ചെയ്യപ്പെട്ടത് എന്ന് പറയപ്പെടുകയാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തൊക്കെ സഹിച്ചു, എന്തൊക്കെ സംഭവങ്ങൾ കണ്ടു. ആ സംഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അതാ ആ റസൂലിന് ഇറങ്ങിപ്പോകണം. എന്ത് കാവൽ, ആരുടെ കാവൽ, എങ്ങോട്ട് പോകണമെന്നധികം ചിന്തിക്കേണ്ടി വന്നില്ല. ഷാഹത്തിൽ വുജൂഹ്